ബൈബിൾ വ്യക്തമാക്കുന്നത് പോലെ ഭർത്താവിനോടുള്ള ഭാര്യയുടെ പൂർണ്ണ വിധേയത്വം ദൈവത്തോടുള്ള വിധേയത്വത്തിന് സമാനമാണ്. എഫെസോസ് 5-ാം 22-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് കർത്താവിനോടെന്ന പോലെ വിധേയരായിരിക്കണം. ഇത് സ്ത്രീകളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ഒന്നായി കാണരുത്, മറിച്ച് കുടുംബത്തിൻ്റെ ഘടനയും പ്രവർത്തനവും സംരക്ഷിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയാണ്. ദൈവത്തിന് ഒരു സ്പിരിച്വൽ ഡിസൈനുണ്ട്, ഒരു ഓർഡറുണ്ട്. ജോലിയിൽ മേലുദ്യോഗസ്ഥനെ ബഹുമാനിക്കാൻ അറിയാവുന്ന സ്ത്രീക്ക് വീട്ടിൽ ദൈവം തുണയായി തന്ന ഭർത്താവിനോട് വിധേയത്വവും ബഹുമാനവും കാണിക്കാൻ സാധിക്കാത്തത് വിവാഹം എന്ന കൂദാശയുടെ ബോധ്യം അറിയാത്തതും വെറുതെ ഒരു കൂട്ടിനു വേണ്ടി വീട്ടുകാർ പറഞ്ഞോ കൗതുകം കൊണ്ട് പ്രേമിച്ച് കിട്ടിയതുകൊണ്ടോ ഒക്കെ ആവാം. അത് എങ്ങും എത്തിച്ചേരില്ല സഹോദരങ്ങളെ. കുടുംബ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന അനേകായിരം ഡൈവോഴ്സ് കേസസ് ഇതിൻ്റെ കഥ മാത്രമാണ്. ഇന്ന് സ്ത്രീകൾ അറിവില്ലായ്മയോടെയുള്ള ചില മത്സര മനോഭാവത്തിൽ കുടുംബങ്ങളെ തകർക്കുന്നു. ഏദൻ തോട്ടത്തിൽ സാത്താൻ വിവിധ വർണ്ണങ്ങളുള്ള ആപ്പിളുകൾ അന്ന് നൽകിയതുപോലെ ഇന്ന് അതിനേക്കാൾ കൂടുതൽ ആപ്പിളുകൾ നൽകി വാഗ്ദാനം ചെയ്ത് ഇന്നത്തെ ഹവ്വാമാരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ആധുനിക സമൂഹത്തിൽ പിതൃത്വവും അതുപോലെ ആക്രമിക്കപ്പെടുകയാണ്. കുടുംബത്തിൻ്റെ ആത്മീയ നേതാവാകേണ്ട പുരുഷന്മാരൊക്കെ തങ്ങളുടെ ഉത്തരവാദിത്വം ഉപേക്ഷിച്ച് ദൈവവുമായുള്ള തങ്ങളുടെ ഉടമ്പടി ലംഘിച്ച് തങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്ന് പിന്മാറുന്നു. ലഹരിക്ക് അടിമയാകുകയും ഉത്തരവാദബോധം മറന്ന് ലേസിയായിട്ട് മടിയനായിട്ട് ജീവിക്കുകയും തെറ്റായ പരസ്ത്രീ ബന്ധങ്ങളിൽ ഏർപ്പെടുകയും അറപ്പിക്കുന്ന മറ്റു ബന്ധങ്ങളിൽ പെട്ട് സ്വന്തം ആത്മാവിനെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ. ഇത് അടുത്ത തലമുറയെ ആശയക്കുഴപ്പത്തിലാക്കുകയും കുഞ്ഞുങ്ങൾ അവർ ഹൃദയത്തിൽ യാതൊരു പ്രകാശവുമില്ലാണ്ട് ഇരുട്ടിൻ്റെ വക്താക്കളായി ജീവിക്കുന്ന ഒരു വളരെ ദയനീയമായ ഒരു അവസ്ഥാവിശേഷം. മര്യാദയില്ലായ്മ മക്കൾക്ക് തെറ്റായ മാതൃക സൃഷ്ടിക്കുകയും ഒരു വിശ്വസൈക്കിൾ, ഒരു ഇരുൾ ചക്രം അത് നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വിശേഷത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. പങ്കാളിയോട് മോശമായി സംസാരിക്കുന്നത് വീട്ടിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും അത് എല്ലാവരെയും ബാധിക്കുകയും ചെയ്യും. നന്ദിയില്ലാത്ത പെരുമാറ്റങ്ങൾ സൗഹൃദങ്ങളെ ഇല്ലാതാക്കുകയും ജോലിസ്ഥലത്തും കുടുംബത്തിലുമൊക്കെ മൂല്യ തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും. അചഞ്ചലമായ മര്യാദയും നന്ദിയും നാം നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതായിട്ടുണ്ട്. സ്വർഗീയ ഭവനത്തിലേക്കുള്ള നിരന്തരമായ യാത്രയിൽ നമുക്ക് അതിൽ ചരിക്കാം. ദൈവത്തോട് നന്ദിയുള്ളവർക്ക് മാത്രമേ ദൈവം തന്ന വ്യക്തികളായിക്കോട്ടെ, ദൈവം തന്ന അവസ്ഥയോടൊക്കെ നന്ദി കാണിക്കാൻ സാധിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ബാക്കിയെല്ലാം വെറും കാണിച്ചു കൂട്ടൽ മാത്രമാവും.